ഹലോ മക്കളെ. അപ്പൊ നമ്മുടെ വേൾഡ് ഓഫ് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. ഈ ചാപ്റ്ററിനകത്ത് നമ്മൾ മെറ്റൽസിന്റെ ഓൾമോസ്റ്റ് എല്ലാ പെക്യുലാരിറ്റീസും പഠിച്ചു അല്ലെ. സൊണോറിറ്റി പഠിച്ചു, ഡക്ടിലിറ്റി പഠിച്ചു, മാലിയബിലിറ്റി പഠിച്ചു, കണ്ടക്ഷൻ ഓഫ് ഹീറ്റ് പഠിച്ചു, കണ്ടക്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി പഠിച്ചു അല്ലെ. ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ടിൽ നൗ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു അല്ലെ. ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. സോ ഇനി നമുക്ക് അടുത്തൊരു പോർഷനിലേക്ക് പോവാം. ദാറ്റ് ഈസ് എഫക്ട് ഓഫ് എയർ ആൻഡ് വാട്ടർ ഓൺ മെറ്റൽസ്. മെറ്റൽസിന്റെ മുകളിൽ എയറിന്റെയും വാട്ടറിന്റെയും ഇഫക്റ്റിനെ പറ്റിയിട്ടാണ് നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, സോ അയൺ. You would have often noticed that iron objects develop brown deposits when left in the open for a few days. And which condition would an iron object develop brown deposits? അപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ, അയോൺ എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ അയോൺ മെറ്റീരിയൽസ് പല ടൈപ്പ് സംഭവങ്ങൾ നമ്മൾ പുറത്തേക്ക് ഇടുന്ന സമയത്ത് പല സമയങ്ങളിലായിട്ട് ഒത്തിരി ദിവസം കഴിയുമ്പോൾ അതിനൊരു ബ്രൗൺ സ്പോട്ട്സ് അല്ലെങ്കിൽ ഒരു ബ്രൗൺ ഡിസ്കളറേഷൻ. എന്താ അത്? റസ്റ്റിംഗ് അല്ലെ. റസ്റ്റിംഗ് ഓഫ് അയൺ ഉണ്ടാവാറുണ്ട്. തുരുമ്പിക്കും അല്ലെ. ഇരുമ്പ് തുരുമ്പ് പിടിക്കും. ഈ തുരുമ്പ് പിടിക്കുന്നത് ഏത് കണ്ടീഷനിലാണ്, എന്തൊക്കെ സാഹചര്യങ്ങൾ കൊണ്ടാണ് ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്നത് നിങ്ങൾക്ക് അറിയാമോ? റസ്റ്റിംഗ് ഓഫ് അയൺ എന്ന് പറയുന്നത് വെൻ ഇറ്റ് കംസ് ഇൻ ടു കോണ്ടാക്ട് വിത്ത് ഡ്രൈ എയർ ഓൺലി ആണോ, വെൻ ഇറ്റ് കംസ് ഇൻ ടു കോണ്ടാക്ട് വിത്ത് വാട്ടർ ഓൺലി ആണോ, വെൻ ഇറ്റ് കംസ് ഇൻ ടു കോണ്ടാക്ട് വിത്ത് ബോത്ത് എയർ ആൻഡ് വാട്ടർ? ഏത് കോംബോ ആണ് നമുക്ക് നോക്കാം കേട്ടോ. അതായത് എയറിൽ കുറെ നേരം വെച്ച് കഴിഞ്ഞാൽ ഇരുമ്പ് തുരുമ്പിക്കുമോ, അല്ലെങ്കിൽ വെള്ളത്തിൽ കുറെ ദിവസം ഇട്ട് കഴിഞ്ഞാൽ ഇരുമ്പ് തുരുമ്പിക്കുമോ, അല്ലെങ്കിൽ എയറും വെള്ളവും ഉണ്ടെങ്കിലാണോ ഇരുമ്പ് തുരുമ്പിക്കുന്നത് നമുക്ക് നോക്കാം. സോ നമ്മളൊരു എക്സ്പെരിമെന്റ് ചെയ്യാൻ പോവാണ്. ബി കെയർഫുൾ വൈൽ ഹാൻഡിലിംഗ് അയൺ നെയിൽസ്. അയൺ നെയിൽസ് വെച്ചിട്ട് നമ്മൾ കളിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കെയർഫുൾ ആയിരിക്കണം. Take a few shining iron nails. If you are using old iron nails, make sure to remove brown deposits from their surface by scrubbing them with the help of a small piece of sandpaper. അപ്പോൾ നമ്മളെടുത്ത് കുറച്ച് ഷൈനിങ് ആയിട്ടുള്ള അല്ലെ, നമുക്ക് എന്നാലേ ചേഞ്ച് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമ്മൾ ചീത്തയായി കഴിഞ്ഞിട്ടുള്ള അയൺ നെയിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത്ര പെട്ടെന്ന് അതിന്റെ ചേഞ്ച് ഒബ്സർവ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ നമ്മൾ നല്ല ഷൈനിങ് ആയിട്ടുള്ള അയൺ നെയിൽസ് എടുത്തിട്ട് ചെയ്യുന്നതാണ് നമുക്ക് നല്ലത്. ഓക്കെ, കാരണം നമുക്ക് ഒത്തിരി കേട് വന്ന അല്ലെങ്കിൽ റസ്റ്റിംഗ് ഒക്കെ ഓൾറെഡി അക്കർ ചെയ്തതിലൊന്നും നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ കാര്യമില്ല. സോ നമ്മൾ അങ്ങനെ എന്തെങ്കിലും സർഫസിൽ എന്തെങ്കിലും ബ്രൗൺ ഡെപ്പോസിറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തോളണം? സാൻഡ് പേപ്പർ വെച്ചിട്ട് സ്ക്രബ് ചെയ്തിട്ട് വേണം നമ്മൾ ആ നെയിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ടേക്ക് 3 ക്ലീൻ ഡ്രൈ ഗ്ലാസ് ബോട്ടിൽസ് ഓർ ടെസ്റ്റ് ട്യൂബ്സ് വിത്ത് ടൈറ്റ് ഫിറ്റിംഗ് ഗ്യാപ്സ് ഓർ സ്റ്റോപ്പേഴ്സ്. നമ്മൾ 3 ടെസ്റ്റ് ട്യൂബ് എടുത്തു. ലേബൽ ദം A, B and C. നമ്മൾ ആ ടെസ്റ്റ് ട്യൂബ് എടുത്തിട്ട് അതിനെ A, B and C എന്ന് ലേബൽ ചെയ്തു. ടേക്ക് 3 iron nails and tie each iron nail with a thread. നമ്മൾ ഓരോ അയൺ നെയിലും എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? ആ ഒരു ത്രെഡ് വെച്ചിട്ട് എന്ത് ചെയ്തു? അതിനെ നന്നായിട്ട് കെട്ടി വെച്ചു. Place 1 iron nail and some silica gel in the glass bottle A. നമ്മൾ ഫസ്റ്റത്തെ അയൺ നെയിൽ, എല്ലാ അയൺ നെയിലും ഇപ്പൊ ടൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് അയൺ നെയിൽ എടുക്കുക, ഗ്ലാസ് ബോട്ടിൽ എടുക്കുക. A എന്ന് പറയുന്ന ഗ്ലാസ് ബോട്ടിൽ എടുത്തിട്ട് അതിനകത്ത് കുറച്ച് സിലിക്ക ജെല്ലും കൂടെ ഇട്ട് വെക്കുക. ആൻഡ് ടൈറ്റൻ ദ ക്യാബ് ഓർ സ്റ്റോപ്പർ. നമ്മൾ ആ സിലിക്ക ജെല്ലും കൂടെ അതിനകത്ത് ഇട്ടിട്ട് എന്ത് ചെയ്യും? ഈ അയൺ നെയിലും കൂടെ വെച്ചിട്ട് നന്നായിട്ട് ടൈറ്റൻ ചെയ്യും. അപ്പൊ നമ്മൾ പറഞ്ഞു തരാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഈ സിലിക്ക ജെൽ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളത്. സിലിക്ക ജെല്ല് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ഈ പേഴ്സ് ഒക്കെ വാങ്ങുന്ന സമയത്ത് അതിനകത്ത് ഉണ്ടാവും സിലിക്ക ജെൽ എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടാവും. എന്താണ് സിലിക്ക ജെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, സിലിക്ക ജെൽ മേക്സ് ദ എയർ ഡ്രൈ. അപ്പം മോയിസ്റ്റ് എയർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ അബ്സോർബ് ചെയ്തിട്ട് എയറിനെ ഡ്രൈ ആക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിലിക്ക ജെൽ യൂസ് ചെയ്യണത്. ഓക്കെ, സോ സിലിക്ക ജെൽ മേക്സ് ദ എയർ ഡ്രൈ. സിലിക്ക ജെൽ എന്ത് ചെയ്യും? എയറിനെ ഡ്രൈ ആക്കും. ഇറ്റ് ഈസ് ദ സബ്സ്റ്റൻസ് ദാറ്റ് ഈസ് യൂസ്ഡ് ഇൻ സ്മോൾ പൗച്ചസ് ഇൻ സം മെഡിസിൻ ബോട്ടിൽസ്, വാട്ടർ ബോട്ടിൽസ്, ഷൂ ബോക്സസ് എക്സെട്ര ടു കീപ് ദം ഡ്രൈ. അപ്പം ഇത് നമ്മൾ എപ്പോഴും അല്ലെ നനവ് തട്ടാതിരിക്കാൻ വേണ്ടി നമ്മൾ മെഡിസിൻസിലാണെങ്കിൽ മെഡിസിൻ ബോക്സിലും അങ്ങനെ ഷൂ എല്ലാത്തിലും നമ്മൾ ഇടുന്നതാണ് ഈ സിലിക്ക ജെൽ എന്ന് പറയുന്നത്. ബിക്കോസ് ഇറ്റ് വിൽ അബ്സോർബ് മോയിസ്റ്റ് എയർ. മോയിസ്റ്റ് എയറിന് എന്ത് ചെയ്യും? സിലിക്ക ജെൽ അബ്സോർബ് ചെയ്ത് കളയും. അപ്പൊ നമുക്ക്
to make sure that that test tube is free from moisture. To make sure that the test tube is free from moisture. Moisture ഇല്ല എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ടെസ്റ്റ് ട്യൂബിലേക്ക് എന്തിടുന്നത്? സിലിക്ക ജെൽ ആഡ് ചെയ്യണത്. Then place one iron nail in the glass bottle B. നമ്മൾ ഇനി രണ്ടാമത്തെ iron nail എടുത്തു, നമ്മൾ അതിനെ ഗ്ലാസ് ബോട്ടിൽ ബിയിൽ ഇട്ടു. Then pour freshly boiled and cooled water. എന്നിട്ട് നമ്മൾ അതിനകത്തേക്ക് എന്താ ഒഴിക്കണേ? വെള്ളം ഒഴിക്കുന്നുണ്ട്. ഫസ്റ്റ് വൺ നമ്മൾ എന്ത് ഇടുന്നുള്ളൂ? സിലിക്ക ജെല്ല് മാത്രമേ ഇടുന്നുള്ളൂ, മോയിസ്റ്റ് എയർ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട്. സെക്കൻഡ് ബോട്ടിൽ നമ്മൾ വെള്ളം ഒഴിക്കണത്. എങ്ങനത്തെ വെള്ളം ഒഴിക്കണത്? ഫ്രഷ്ലി ബോയിൽഡ് ആൻഡ് കൂൾഡ്. അതായത് അതിനകത്ത് ഒട്ടും എയർ ഇല്ല എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ടു റിമൂവ് ഡിസോൾവ്ഡ് ഗ്യാസസ്. എന്തെങ്കിലും ഡിസോൾവ്ഡ് ഗ്യാസസ് ഒക്കെ ഇതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഫ്രഷ്ലി ബോയിൽഡ് ആൻഡ് കൂൾഡ് വാട്ടറും കൂടെ ഫില്ല് ചെയ്ത് വെക്കും ഇൻ ടു ഇറ്റ് until the iron nail is completely dipped into it. കംപ്ലീറ്റ് അയൺ നെയിലും അതിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് ഡിപ്പ് ചെയ്തിട്ടുണ്ട് നമ്മൾ മേക്ക് ഷുവർ ചെയ്യും. ആൻഡ് നൗ pour some oil to form a layer over the surface of the water. അപ്പൊ ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? ഏറ്റവും ലാസ്റ്റ് കുറച്ച് ഓയിലും കൂടെ അതിൻ്റെ ടോപ്പിലേക്ക് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കും. അപ്പൊ എന്താണ്? ഒട്ടും കോണ്ടാക്ട് ഇല്ല, എയറുമായിട്ട് യാതൊരുവിധ കോണ്ടാക്റ്റും ഇല്ല, ഓൺലി വാട്ടർ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, സോ അതാ പറയുന്നത് ദ ലെയർ ഓഫ് ദ ഓയിൽ ഓൺ ദി സർഫസ് ഓഫ് ദി വാട്ടർ പ്രിവെന്റ്സ് ദ എയർ ഫ്രം ഡിസോൾവിങ് ഇൻ ദി വാട്ടർ. അപ്പം ഓയില് ഈ വാട്ടറിന്റെ സർഫസിൽ അഗെയിൻ ഒരു ഓയിൽ ലെയർ കൊടുക്കുമ്പോൾ എയറും ഈ ഇൻസൈഡ് ദിസ് വാട്ടർ, എയറും വാട്ടറും കൂടെ ഒരു കോണ്ടാക്ട് ഉണ്ടാവുന്നത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, എയർ ഈ വെള്ളത്തിലേക്ക് ഡിസോൾവ് ആവുന്നത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്തൊഴിക്കുന്നത്? ആ സർഫസിലേക്ക് കുറച്ച് ഓയിലും കൂടെ ഒഴിക്കുന്നത്. ക്യാപ് ദ ഗ്ലാസ് ബോട്ടിൽ ടൈറ്റ്ലി. എന്നിട്ട് എന്ത് ചെയ്യുക? ടൈറ്റ് ആയിട്ട് ക്ലോസ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പൊ നമ്മുടെ എന്തൊക്കെയാ നമ്മളിപ്പോ ചെയ്തിട്ടുള്ളത് എന്നുള്ളൊരു പിക്ചറാണ്. ഫസ്റ്റ് ABC എന്ന് പറഞ്ഞിട്ട് 3 ബോട്ടിൽ നമ്മൾ ലാബിൽ ചെയ്തിട്ടുണ്ട്. എല്ലാത്തിലും അയൺ നെയിൽ ഉണ്ട്. ഫസ്റ്റ് അയൺ നെയിലിൽ എന്താണുള്ളത്? അയൺ നെയിലിന്റെ കൂടെ ആരാണുള്ളത്? സിലിക്ക ജെൽ ആണുള്ളത്. സിലിക്ക ജെൽ എന്തിനു വേണ്ടിയിട്ടാണ് സിലിക്ക ജെൽ ആഡ് ചെയ്തിട്ടുള്ളത്? സിലിക്ക ജെൽ ആഡ് ചെയ്തിട്ടുള്ളത് ഇവിടെ മോയിസ്റ്റ് എയർ ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സിലിക്ക ജെൽ ആഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി സെക്കൻഡ് കേസിൽ എന്താണുള്ളത്? ഇവിടെ സിലിക്ക ജെൽ ഒന്നും ഇല്ല, പക്ഷെ എയറുമായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ല, ഒരു കോണ്ടാക്റ്റും എയറുമായിട്ടില്ല. ഇവിടെ എന്താണ്? അയൺ നെയിൽ കംപ്ലീറ്റ് ഈ ഫ്രഷ്ലി ബോയിൽഡ് ആൻഡ് കൂൾഡ് വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് ഡിപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്തു? ഒരു ഓയിലിന്റെ ഒരു ലെയറും കൂടെ കൊടുത്തു. ഓക്കെ, ഇനി എന്താണ് മൂന്നാമത്തതിൽ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് നോക്കിയേ. പ്ലേസ് വൺ അയൺ നെയിൽ ഇൻ ദ ഗ്ലാസ് ബോട്ടിൽ C and pour some water so that the iron nail is partially dipped. എങ്ങനെയാ നമ്മൾ ഗ്ലാസ് ബോട്ടിൽ സീൽ ചെയ്യണത്? നമ്മളൊരു അയൺ നെയിൽ എടുക്കും, ഇതിന് ഹാഫ് ഓഫ് ദി പോർഷൻ എന്തൊഴിക്കും? വെള്ളം ഒഴിച്ചു വെക്കും. കീപ് ദിസ് ഗ്ലാസ് ബോട്ടിൽ അൺസ്റ്റോപ്പേഡ്. നമ്മളിത് അടച്ചൊന്നും വെക്കുന്നില്ല, ഇതിനെ നമ്മൾ തുറന്നു വെക്കും. ദിസ് അലോസ് ദി അയൺ നെയിൽ ടു കം ഇൻ ടു കോണ്ടാക്ട് വിത്ത് ബോത്ത് വാട്ടർ ആൻഡ് എയർ. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണ്? ഈ അയൺ നെയിലിന് വെള്ളവും എയറുമായിട്ട് രണ്ടുമായിട്ട് ഒരു കോണ്ടാക്ട് വരാൻ വേണ്ടിയിട്ട് സാധിക്കും. പ്ലേസ് ഓൾ ദി ഗ്ലാസ് ബോട്ടിൽസ് undisturbed at room temperature and observe the changes for 8 to 10 days. അപ്പൊ നമ്മൾ ഇതെല്ലാം എന്ത് ചെയ്യും? റൂം ടെമ്പറേച്ചറിൽ ഒരു 8 to 10 days അൺഡിസ്റ്റർബ്ഡ് ആയിട്ട് കീപ്പ് ചെയ്യും. ഓക്കെ, ഇപ്പൊ ഫസ്റ്റ് ബോട്ടിൽ സിലിക്ക ജെല്ലും അയൺ നെയിലും മാത്രം. സെക്കൻഡിൽ എന്താണ്? ഓയിലും മീൻസ് ഫുൾ കംപ്ലീറ്റ്ലി ഫ്രഷ്ലി പ്രിപ്പയർഡ് ബോയിൽഡ് ആൻഡ് കൂൾഡ് വാട്ടർ ഉണ്ട്, പ്ലസ് ഒരു ഓയിലിന്റെ ലെയറും കൂടെ ഉണ്ട്. തേർഡ് ബോട്ടിൽ നമ്മൾ അടയ്ക്കുന്നേ ഇല്ല, എന്ത് ചെയ്യാണ്? ഓപ്പൺ ചെയ്ത് വെച്ചേക്കാണ് അല്ലെ. അപ്പൊ അതിന് വെള്ളവുമായിട്ട് കോണ്ടാക്ട് ഉണ്ട്, എയറുമായിട്ടും കോണ്ടാക്ട് ഉണ്ട് അല്ലെ. ഇതിന് എയറുമായിട്ട് കോണ്ടാക്ട് ഇല്ല, ഇതിന് വെള്ളവുമായിട്ടൊന്നും കോണ്ടാക്ട് ഇല്ല. ആൻഡ് ഇതിലെന്താണ്? ഇതിന് എയറുമായിട്ടും വെള്ളവുമായിട്ട് എന്തുണ്ട്? കോണ്ടാക്ട് ഉണ്ട്. ഓക്കെ, സോ ഗ്ലാസ് ബോട്ടിൽ എയില് പ്രസൻസ് ഓഫ് വാട്ടർ ഉണ്ടോ? ഇല്ല അല്ലെ. നമ്മൾ സിലിക്ക ജെൽ ആഡ് ചെയ്തിട്ടുണ്ട്, അപ്പൊ കംപ്ലീറ്റ് മോയിസ്ചറിനെ അത് അബ്സോർബ് ചെയ്യും, അവിടെ വെള്ളമൊന്നുമില്ല. പക്ഷെ അവിടെ എയർ ഇല്ലേ? അതിനകത്ത് എന്തുണ്ട്? ഇവിടെ നമ്മൾ ഈ വെള്ളം മൊത്തം കംപ്ലീറ്റ് ഈ സിലിക്ക ജെൽ അബ്സോർബ് ചെയ്യും, പക്ഷെ ഇവിടെ എയർ ഉണ്ടാവുമല്ലോ, എയർ ഉണ്ട്.
ഓക്കെ. അപ്പം എയർ മാത്രമുള്ളിടത്തില് ഈ 8 to 10 days കഴിഞ്ഞിട്ട് നമ്മൾ ഈ 3 ഗ്ലാസ് ബോട്ടിൽസും ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് ഇവിടെ റസ്റ്റിംഗ് ഉണ്ടാവുമോ? ഈ എണ്ണയിൽ തുരുമ്പ് പിടിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ റസ്റ്റിംഗ് സംഭവിച്ചിട്ടുണ്ടോ? നോ, നോ റസ്റ്റിംഗ് ആണ്. ഫസ്റ്റത്തെ ബോട്ടിലിൽ അല്ലെങ്കിൽ ഫസ്റ്റത്തെ നെയിലിന് എന്താണ് റസ്റ്റിംഗ് ഒന്നും സംഭവിച്ചിട്ടില്ല. അതിന് വാട്ടറുമായിട്ട് കോണ്ടാക്ട് ഉണ്ടോ എന്ന് വെച്ചാൽ ഇല്ല. പക്ഷെ എയറുമായിട്ട് അതിന് കോണ്ടാക്ട് ഉണ്ട്. പക്ഷെ അതിന് എന്ത് സംഭവിച്ചിട്ടില്ല? റസ്റ്റിംഗ് സംഭവിച്ചിട്ടില്ല. ഓക്കെ. കമ്മിങ് ടു ഗ്ലാസ് ബോട്ടിൽ ബി. ഗ്ലാസ് ബോട്ടിൽ ബിയുടെ സിറ്റുവേഷൻ എന്താ? ഗ്ലാസ് ബോട്ടിൽ ബിയില് പ്രസൻസ് ഓഫ് വാട്ടർ ഉണ്ടോ? ഉണ്ട് അല്ലെ. നമ്മൾ ബോയിൽഡ് ആൻഡ് കൂൾഡ് ആയിട്ടുള്ള വെള്ളം മാത്രമേ ഉള്ളൂ. പക്ഷെ അതിന് എയറുമായിട്ട് എന്തെങ്കിലും കോണ്ടാക്ട് ഉണ്ടോ? ഇല്ല അല്ലെ. നമ്മൾ കംപ്ലീറ്റ് കോണ്ടാക്റ്റും അടയ്ക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ട് ആ ഒരു ഓയിൽ അടക്കം എന്ത് ചെയ്തിട്ടുണ്ട്? വെച്ചിട്ടുണ്ട്. നോ കോണ്ടാക്ട് അല്ലെ. നോ കോണ്ടാക്ട് ഡ്യൂ ടു ഓയിൽ ലെയർ. അവിടെ എയറുമായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ല. സോ അവിടെ എന്തില്ല? റസ്റ്റിംഗ് ഒന്നും ഇല്ല. ഇനി സിയിൽ എന്താ സംഭവിക്കുന്നത്? പ്രസൻസ് ഓഫ് വാട്ടർ ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. പ്രസൻസ് ഓഫ് എയർ ഉണ്ടോ ഇല്ലയോ? ഉണ്ട് അല്ലെ. വാട്ടർ പകുതി നിറച്ചിട്ടുള്ളൂ. എയർ എന്ന് പറയുന്നത് അവിടുന്ന് ഫ്രീ ആയിട്ട് നമ്മൾ ക്ലോസ് പോലും ചെയ്തിട്ടില്ല. ഫ്രീ ആയിട്ട് എയറും കൂടെ വരുന്നുണ്ട്. അപ്പൊ ഒരു 10 ദിവസമൊക്കെ കഴിഞ്ഞ് നോക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ഒബ്സർവേഷൻ കിട്ടുന്നുണ്ട്? റെസ്റ്റിംഗ് ഈസ് ഒബ്സർവ്ഡ്. തുരുമ്പിച്ചിട്ടുണ്ടാവും അല്ലെ. തുരുമ്പിച്ചിട്ടുണ്ടാവും. സോ ഇതാണ് നമ്മുടെ ഒബ്സർവേഷൻ. ഫസ്റ്റ് ബോട്ടില് റെസ്റ്റിംഗ് ഇല്ല. എന്തുകൊണ്ടാണ്? നമുക്ക് അവിടെ പ്രസൻസ് ഓഫ് എയർ മാത്രമേ ഉള്ളൂ അല്ലെ. ഇവിടെ പ്രസൻസ് ഓഫ് മോയ്സ്ചർ ഇല്ല, വാട്ടർ കണ്ടന്റ് ഇല്ല. രണ്ടാമത്തതില് എന്ത് മാത്രമേ ഉള്ളൂ? വാട്ടർ മാത്രമേ ഉള്ളൂ. അവിടെ എയറുമായിട്ടുള്ള കോണ്ടാക്റ്റിന് വേണ്ടിയിട്ട് എന്തിട്ടിട്ടുണ്ട്? ഓയിൽ ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും എയറുമായിട്ടൊരു കോണ്ടാക്റ്റും ഇല്ല. അപ്പൊ പ്രസൻസ് ഓഫ് എയർ അവിടെ ഇല്ല. അതുകൊണ്ട് എന്തില്ല? റെസ്റ്റിംഗ് ഇല്ല. മൂന്നാമത്തെ കേസിൽ എന്താണ്? റെസ്റ്റിംഗ് ഉണ്ട് അല്ലെ. തുരുമ്പിച്ചിട്ടുണ്ട്. കാരണം എന്താണ്? ഇത് എയറുമായിട്ടും വാട്ടറുമായിട്ടും എന്ത് ചെയ്തിട്ടുണ്ട്? ഒരേപോലെ എന്ത് ചെയ്തിട്ടുണ്ട്? കോണ്ടാക്ട് ഉള്ളത് കൊണ്ട്. ഓക്കെ. സോ it is observed in glass bottles A and B that the iron nails do not show any brown deposits. What does this observation indicate? എന്താണ് ഈ ഒരു ഒബ്സർവേഷൻ നമുക്ക് പറഞ്ഞു തരുന്നത്? This indicates that brown deposits or discoloration on the iron nails do not develop when the iron nail is kept in dry air alone or water alone. അല്ലെ. ഡ്രൈ എയർ മാത്രം ഉണ്ടായത് കൊണ്ടോ വെള്ളം മാത്രം ഉണ്ടായത് കൊണ്ടോ എന്ത് സംഭവിക്കില്ല? റസ്റ്റിംഗ് സംഭവിക്കില്ല. However, in glass bottle C, the iron nail shows the presence of brown deposits. അയൺ നെയിൽ എന്ത് കാണിക്കുന്നുണ്ട്? ബ്രൗൺ ഡെപ്പോസിറ്റ്സിന്റെ പ്രസൻസ് കാണിക്കുന്നുണ്ട്. This indicates that the presence of both water and air is essential for deposits to develop. എങ്ങനെയാണ്? എന്താണത് പറഞ്ഞു തരുന്നത്? പ്രസൻസ് ഓഫ് ബോത്ത് വാട്ടർ ആൻഡ് എയർ. എയറിന്റെയും വാട്ടറിന്റെയും പ്രസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ? ഈ ഒരു ഡെപ്പോസിറ്റ്സ് ഡെവലപ്പ് ആവുകയുള്ളൂ, റെസ്റ്റിംഗ് സംഭവിക്കുകയുള്ളൂ. Thus, moist air is responsible for the development of brown deposits on objects made of iron. This brown deposit is called rust. എന്താണ് ആ ബ്രൗൺ ഡെപ്പോസിറ്റിനെ പറയുന്നത്? റസ്റ്റ് എന്നാണ്, തുരുമ്പ് എന്നാണ് പറയുന്നത്. Process of formation of rust on objects made of iron is called rusting. എന്താ rusting? The process of formation of rust അല്ലെ. റസ്റ്റിന്റെ തുരുമ്പിന്റെ ഫോർമേഷൻ. The process of formation of rust on objects made of iron. Objects made of ironന്റെ മുകളിൽ റസ്റ്റ് ഫോം ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയാ? റസ്റ്റിംഗ് എന്ന് പറയുന്നത്. Many other metals also exhibit discoloration when kept open in the atmosphere. Have you noticed the formation of green coating? എന്താണ്? Formation of green coating on the surface of copper objects or a black coating on the surface of silver objects. നമ്മൾ കുറേ ഡ്യൂറേഷനിൽ ഇങ്ങനെ അറ്റ്മോസ്ഫിയറിൽ എന്താണ് നമ്മളിങ്ങനെ ചുമ്മാ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറായിട്ട് കോണ്ടാക്ട് വന്നു കഴിഞ്ഞാൽ എന്തുണ്ടും? ഒരു കോപ്പറിന്റെ മുകളിലൊക്കെ ഒരു ഗ്രീൻ കോട്ടിങ്ങും സിൽവറിന്റെ മുകളിലൊക്കെ ഒരു ബ്ലാക്ക് കോട്ടിങ്ങും ഒക്കെ കാണാൻ പറ്റും
അല്ലെ? കോപ്പറിന്റെ മുകളിൽ ഇങ്ങനെ ഒരു ഗ്രീൻ കോട്ടിങ്, അല്ലെ സിൽവറിന്റെ മുകളിലൊരു ബ്ലാക്ക് കോട്ടിങ് ഒക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. Gradual deterioration of metal surfaces caused by air, water or other substances is known as എന്താ വിളിക്കുക? കൊറോഷൻ എന്നാ വിളിക്കാം. എന്താ കൊറോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കൊറോഷൻ? Gradual deterioration of metal surfaces caused by എന്തൊക്കെ? Air, water or other substances. Air, water or other substances is known as corrosion. Do you know that rusting of iron is a serious problem in our country? നമ്മുടെ കൺട്രിയിൽ ഈ റസ്റ്റിംഗ് ഓഫ് അയൺ എന്ന് പറയുന്നത് ശരിക്കും ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. Every year an enormous amount of money is spent to replace or repair iron structures damaged due to rusting. The rusting of iron can be prevented by several methods such as painting, oiling, greasing and applying a protective layer of zinc metal on iron. അതിന് നമ്മൾ വിളിക്കുന്ന പേര് നിങ്ങൾ ഒന്ന് നോക്കി വെച്ചേ. ദാറ്റ് ഈസ് ഗാൽവനൈസേഷൻ. എന്താണ്? ഗാൽവനൈസേഷൻ. We will learn about this in higher grades. അപ്പൊ എന്താ പറഞ്ഞിട്ടുള്ളത്? ഓരോ വർഷവും അല്ലെ ഇരുമ്പ് നമ്മളിപ്പോ ഷിപ്പിലൊക്കെ ആണെങ്കിലും ഈ ഇരുമ്പ് അറ്റ്മോസ്ഫിയറും വാട്ടറൊക്കെ ആയിട്ട് ഇങ്ങനെ സോൾട്ട്സ് ഒക്കെ ആയിട്ട് ഇങ്ങനെ കോണ്ടാക്ട് വരികയാണ്. അപ്പൊ എന്താണ്? എനോമസ് ലോസ് ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഡാമേജ് നമുക്ക് പണ്ടൊക്കെ നമ്മൾ പറയും, ഈ ജനലിന്റെ മുകളൊക്കെ നമ്മൾ നന്നായിട്ട് പെയിന്റ് ചെയ്യണില്ലേ? നമ്മൾ ശരിക്കും അത് ഭംഗി കൂട്ടുക എന്നുള്ളൊരു ഉദ്ദേശം പ്ലസ് എന്താണത് പെയിന്റിങ് ചെയ്യണത്? റസ്റ്റിംഗ് പ്രിവെന്റ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശം കൂടെ ഉണ്ട്. ഓക്കെ, പെയിന്റിങ്, ഓയിലിംഗ്, ഗ്രീസിങ്, പിന്നെ അപ്ലൈയിങ് എ പ്രൊട്ടക്റ്റീവ് ലെയർ ഓഫ് സിങ്ക് മെറ്റൽ ഓൺ അയൺ. അയണിന്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു സിങ്കിന്റെ ഒരു ലെയർ, ഒരു കോട്ടിങ് കൂടെ കൊടുക്കും. അപ്പൊ അയൺ കേടാവണേ ഫസ്റ്റ് എന്ത് കേടാവണം? ഈ സിങ്ക് കേടാവണം. അപ്പൊ അങ്ങനെ ഒരു പ്രൊട്ടക്റ്റീവ് കോട്ടിങ് നമ്മൾ കൊടുക്കും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? ഗാൽവനൈസേഷൻ. ഈ ഗാൽവനൈസേഷൻ ഒക്കെ എങ്ങനെയാ ചെയ്യുന്നൊക്കെ നമുക്ക് ഹയർ ക്ലാസ്സസിലൊക്കെ ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് കേട്ടോ. Fascinating facts. The wonder of ancient Indian metallurgy. The Iron Pillar of Delhi was made in the time of Chandragupta II more than 1600 years ago. It is about 8 meters high and weighs more than 6000 kilograms. ഇതാണ് നമ്മുടെ ഡൽഹിയിലുള്ളൊരു അയൺ പില്ലർ ഉണ്ട്. വാസ് മെയ്ഡ് ഇൻ ദ ടൈം ഓഫ് ചന്ദ്രഗുപ്ത II. എത്ര വർഷം മുമ്പ് മക്കളെ? 1600. അത്രയും ലോങ് ഇയേഴ്സ് എഗോ. ഇറ്റ് ഇസ് അബൌട്ട് 8 meters high. എത്ര മീറ്റേഴ്സ് ഹൈ ആണ്? 8 മീറ്റർ നീളത്തില് എന്ത് ചെയ്തിട്ടുണ്ട്? 6000 kilograms. അത്രയും വെയിറ്റ് ഉള്ള ഒരു പില്ലറാണ് ഒരു അയൺ പില്ലർ. ഭയങ്കര എന്താ പറയാ, നമ്മുടെ വണ്ടറാണ്. ഇന്ത്യൻ മെറ്റലർജിയുടെ ഒരു വണ്ടറാണത്. What is interesting about this iron pillar is that despite all those years of facing winds, rainfall and intense weather, it has barely any rust. അപ്പൊ ഈ അയൺ പില്ലറിന്റെ ഫീച്ചർ എന്താന്ന് പറഞ്ഞാല് ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് മുതലേ ഇതിങ്ങനെ അറ്റ്മോസ്ഫിയർ, ക്ലൈമറ്റ് ചേഞ്ച് അല്ലെ, റെയിൻഫോൾ ഒക്കെ ഉണ്ടാവുന്നുണ്ട്, എയറുമായിട്ട് ഒത്തിരി കോണ്ടാക്ട് വരുന്നുണ്ട്. പക്ഷെ ഇത് ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല? ഇത് തുരുമ്പ് പിടിച്ചിട്ടില്ല അല്ലെ, റസ്റ്റ് സംഭവിച്ചിട്ടില്ല. അതാണ് ഇതിന്റെ പ്രത്യേകത. In other words, it has been made in a way that it resists rusting. എന്താണ്? അത് എന്ത് ചെയ്യുന്നുണ്ട്? റസ്റ്റിംഗ് അതിൽ നടക്കുന്നേ ഇല്ല. ഓക്കെ, this tells us about the skills that we developed in metal technology in India. അല്ലെ, ഇന്ത്യയിൽ അല്ലെ, ഡൽഹിയിൽ ആണിത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇന്ത്യൻ മെറ്റലർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, മെറ്റൽസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കെമിസ്ട്രിയുടെ ബ്രാഞ്ചിനെ നമ്മൾ മെറ്റലർജി എന്ന് പറയും. മെറ്റലിന്റെ പ്യൂരിഫിക്കേഷനും എക്സ്ട്രാക്ഷനും ഒക്കെ ബേസ് ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മുടെ ഇന്ത്യൻ ടെക്നോളജി എത്രത്തോളം സ്കിൽഡ് ആയിരുന്നു, അല്ലെങ്കിൽ ആൻഷ്യന്റ് ഇന്ത്യൻ ടൈംസ് എത്രത്തോളം സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഉണ്ടായിരുന്നത്, ഇന്ത്യയിൽ ഉണ്ടായിരുന്ന മെറ്റൽ ടെക്നോളജി എത്രത്തോളം നല്ലതായിരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. ഇതാണ് നമ്മുടെ അയൺ പില്ലർ ട്ടോ. സോ ഇത്രയാണ് നമുക്ക് നമ്മുടെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് മക്കളെ? നമ്മൾ ഒത്തിരി കാര്യങ്ങളൊക്കെ പഠിച്ചോ?
ഇല്ല അല്ലെ, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നത് റെസ്റ്റിങ്ങിനെ പറ്റിയിട്ടായിരുന്നു അല്ലെ. റെസ്റ്റിംഗ് ഓഫ് അയേൺ എന്ന് പറയുന്ന എപ്പോഴാണ് നമുക്ക് റെസ്റ്റിംഗ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു സെഷനിൽ നോക്കിയിട്ടുണ്ടായിരുന്നത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ എയർ മാത്രം വന്നു കഴിഞ്ഞാൽ റെസ്റ്റിംഗ് ഉണ്ടാവുമോ, അല്ലെങ്കിൽ വാട്ടർ മാത്രം കോണ്ടാക്ട് വന്നാൽ റെസ്റ്റിംഗ് സംഭവിക്കുമോ, അല്ലെങ്കിൽ നമുക്ക് എയറും വാട്ടറും ഉണ്ടെങ്കിൽ മാത്രമേ റെസ്റ്റിംഗ് സംഭവിക്കുള്ളൂ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ആ ഡൗട്ട് വെച്ചോണ്ടിരുന്നില്ല, നമ്മൾ അപ്പൊ തന്നെ എന്ത് ചെയ്തു, ഒരു എക്സ്പെരിമെന്റ് ചെയ്തു. എന്താ ചെയ്തത്, നമ്മൾ 3 ഗ്ലാസ് ബോട്ടിൽസ് എടുത്തു. 3 അയണ്ണയിൽ എടുത്തു. ഫസ്റ്റ് വണ്ണിൽ സിലിക്ക ജെല്ലും അയണ്ണയിലും ഡിപ്പ് ചെയ്തു. അപ്പം സിലിക്ക ജെല്ലിൽ എന്ത് ചെയ്തു, മോയിസ്റ്റ് എയറിനെ കംപ്ലീറ്റ് അബ്സോർബ് ചെയ്യും. പിന്നെ ഇവിടെ വെള്ളം ഒന്നുമില്ല, ഓൺലി എയറേ ഉള്ളൂ. സെക്കൻഡ് വൺ നമ്മൾ എന്ത് ചെയ്തു, എണ്ണയിൽ എടുത്തു, ഫ്രഷ്ലി ബോയിൽഡ് കൂൾഡ് വാട്ടർ ഒഴിച്ചു. സർഫസിൽ എന്ത് ചെയ്തു, ഒരു ഓയിൽ ലെയറും കൂടെ കൊടുത്തു. അപ്പൊ ഇവിടെ വെള്ളം മാത്രമേ ഉള്ളൂ, എയറുമായിട്ട് ഒരു കോണ്ടാക്ടും വരുന്നില്ല. തേർഡ് കേസിൽ എന്തെടുത്തു, നമ്മൾ പകുതി വെള്ളം നിറച്ചു, പകുതി എന്ത് ചെയ്തു, ഓപ്പൺ ചെയ്ത് വെച്ചു. ഇതൊക്കെ നന്നായിട്ട് ക്ലോസ് ചെയ്തു, ഇത് ഓപ്പൺ ചെയ്തും വെച്ചു. അപ്പം എയും ബിയും എന്ത് ചെയ്തില്ല, റെസ്റ്റിംഗ് ഒന്നും സംഭവിച്ചില്ല. കാരണം ഇവിടെ എന്തില്ല, റെസ്റ്റിങ്ങിന് വെള്ളമില്ല. ഇവിടെ റെസ്റ്റിംഗ് സംഭവിക്കാൻ വേണ്ടിയിട്ട് എയറും ഇല്ല. ഇവിടെ എയറും അവൈലബിൾ ആണ്, വെള്ളവും അവൈലബിൾ ആണ്. അതുകൊണ്ട് ഈ കേസിൽ എന്ത് സംഭവിച്ചു മക്കളെ, റെസ്റ്റിംഗ് സംഭവിച്ചു. ഓക്കെ, സോ നമുക്ക് എന്ത് മനസ്സിലായി, പ്രസൻസ് ഓഫ് ബോത്ത് വാട്ടർ ആൻഡ് എയർ ഇസ് എസെൻഷ്യൽ ഫോർ ഡെപ്പോസിറ്റ്സ് ടു ഡെവലപ്പ്. അതിനെ നമ്മൾ എന്ത് വിളിച്ചു, റെസ്റ്റ് അല്ലെങ്കിൽ റെസ്റ്റിംഗ് എന്നാണ്. നമ്മൾ ഒബ്ജക്ട്സിൽ ഇങ്ങനെ റെസ്റ്റ് ഫോം ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ നമ്മൾ റെസ്റ്റിംഗ് എന്ന് വിളിച്ചു. റെസ്റ്റിംഗ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പെയിന്റിങ് ചെയ്യാം, ഓയിലിംഗ് ചെയ്യാം, ഒത്തിരി മെത്തേഡ്സ് ചെയ്യാന്ന് പറഞ്ഞു. ആൻഡ് റെസ്റ്റിംഗ് ഇതാ കണ്ടോ, ഈ കൊറോഷൻ, കോപ്പറിന്റെ മുകളിൽ എന്ന ഗ്രീൻ സംഭവം ഉണ്ടാവുന്നത് ആൻഡ് സിൽവറിന്റെ മുകളിലൊരു ബ്ലാക്ക് ഡിസ്കളറേഷൻ വരുന്നതൊക്കെ ഇതിന്റെ പാർട്ട് ഓഫ് ഈ ഒരു ചീത്തയാവുന്ന ലക്ഷണങ്ങളാണ് അല്ലെ. ആൻഡ് നമുക്ക് ഈ റെസ്റ്റിംഗ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പെയിന്റിങ്, ഓയിലിംഗ്, ഗ്രീസിങ്, ഗാൽവനൈസേഷൻ ഒക്കെ ചെയ്യാന്ന് പറഞ്ഞു. ആൻഡ് അയൺ പില്ലർ ലൊക്കേറ്റഡ് ഇൻ ഡൽഹി അല്ലെ, അതിന്റെ ഒരു സ്കില്ല്, അത് ഇത്രയും കാലമായിട്ട് എന്താണ്, ഇത്രയും ക്ലൈമാറ്റിക് കണ്ടീഷൻസിലൂടെ കടന്നു പോയിട്ടും എന്താണ്, അതിന് റെസ്റ്റിംഗ് സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇന്ത്യൻ മെറ്റലർജിയുടെ ഒരു സ്കില്ലിനെയാണ് നമ്മൾ ഇവിടെ കാണിക്കുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ബാക്കി കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് അടുത്ത സെഷനിൽ പറയാം. താങ്ക് യു.